ഹായ് ഡിയേഴ്സ്, അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ പറയുന്നത്, ഞാൻ കുറച്ച് ദിവസം മുന്നേ എൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് അനിയത്തിൻ്റെ മോളെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എടുത്ത കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഞങ്ങൾ ബർത്ത്ഡേ ഒന്ന് സെലിബ്രേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ലൈക്കും കൂടെ ചെയ്യാം. പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് വീഡിയോ കണ്ടോക്കണേ. അപ്പോൾ തന്നെ ഞങ്ങൾ രാവിലെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞിറ്റാവ് കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും മോൻസല്ലേ ഉള്ളൂ. മോണ്ടനില്ലല്ലോ, ഇവിടെ ചെന്നൈയിലാണല്ലോ. അപ്പോൾ ഞങ്ങൾ രണ്ടാൾ കൊണ്ടാക്കി തരാറിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോണ വഴിയിലേക്ക് ബാങ്കിലൊന്ന് പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ അക്കൗണ്ടൊക്കെ ഒന്ന് ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ജീപ്പ് ഒന്നും വർക്ക് ചെയ്യണില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാനറ ബാങ്കിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞങ്ങളിതാ ബാങ്കിൽ നിന്ന് പിന്നെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ശരിയാക്കിയതിന് ശേഷം പിന്നെ മോൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങണം എന്ന് പറഞ്ഞിട്ട് മോനൂസിന് കുട്ടിക്ക് ഗിഫ്റ്റ് വാങ്ങാമെന്ന് പറഞ്ഞതിൽ നമ്മളവിടെ അടുത്ത് തന്നെയുള്ള പട്ടണം പറഞ്ഞ ഗിഫ്റ്റ് ഹൗസ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഇപ്പോൾ എന്താ വാങ്ങാമെന്നുള്ളതിൽ നിൽക്കുമ്പോൾ അവിടുന്ന് ചെറിയൊരു ടെഡി ബിയർ കണ്ടപ്പോൾ അത് വാങ്ങിച്ചിട്ടോ. അപ്പോൾ മോനൂസിന് അത് ഇഷ്ടമായി. ഇത് കൊടുക്കുമ്പോൾ ചേർന്നുകൊണ്ട് അവന് അത് വാങ്ങി. പിന്നെ ഒരു ചെറിയൊരു ഹാൻഡ് ബാഗ് ഇട്ടാം, ചെറിയ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയ ചെറിയൊരു ഹാൻഡ് ബാഗാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു ബോക്സിലേക്ക് ഗിഫ്റ്റൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഇതാ നമ്മളിങ്ങനെ സ്നോ പോലത്തെ ഒരു സ്പ്രേ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത്. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മോൻസിന് അത് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അതും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ട്, അപ്പോൾ ഉന്നിരാവ് പിന്നെ വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഉന്നിരാവ് മീറ്റിംഗ് ഉണ്ട് പറഞ്ഞപ്പം ഉന്നിരാവ് പിന്നെ വേഗം പോയിട്ടാണ് ഞങ്ങളെ വീട്ടിൻ്റെ അവിടെ ഇറക്കി തന്നിട്ട് വേഗം പോയി. അങ്ങനെയൊക്കെ അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീടിൻ്റെ അവിടെ എത്തിയപ്പോൾ മോൻസ് പിന്നെ ഗിഫ്റ്റ് കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി വേഗം അത്തുക്കോടട്ടാം. അപ്പോൾ കുട്ടീൻ്റെ സൗണ്ട് പുറത്തുനിന്ന് ഞാൻ കേട്ടപ്പോൾ ഞാൻ സൈഡിലേക്ക് പോയപ്പോൾ ഓളോടെ പിന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓളെ ഉമ്മച്ചി അപ്പുറത്തുണ്ട്. അപ്പോൾ ഓൾ പുറത്ത് നിൽക്കണം. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ വേഗം അടുത്തേക്ക് ഓടി വന്നിട്ട്, അപ്പോൾ അടുത്ത് വന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റക്കായി ഓടി വരാട്ടോ എൻ്റെ അടുത്തേക്ക്. എൻ്റെ ബർത്ത്ഡേ അല്ലേ? എൻ്റെ ബർത്ത്ഡേ അല്ലേ? ഹാപ്പി ബർത്ത്ഡേ. എന്നാത്ത് കയറി. കാല് തുടക്കി ചവിട്ടിയില്. ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ പറത്തിട്ടില്ലേ ബാച്ചോടെ ഉമ്മ അവിടെ, പെണ്ണിൻ്റെ ഉമ്മ തീരുമാനമായിട്ട് അങ്ങനെ ഞാൻ വീട്ടിൽ കയറിയപ്പോൾ ഉമ്മയും പിന്നെ അനിയത്തിയൊക്കെ നല്ല പണിയില്ലാട്ടോ. അമ്മ അവിടെ തേങ്ങ അരയൊക്കെ ഉണ്ട്, പിന്നെ അനിയത്തി ഇവിടെ ചെമ്മീൻ തൊലിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഉമ്മ പറഞ്ഞ് എന്നെ വീഡിയോ എടുക്കല്ലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇപ്പോൾ അവൾ ചെമ്മീൻ തൊലിക്കലൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് ജ്യൂസൊക്കെ അടിച്ചു തന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള മാങ്ങ ജ്യൂസാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞ ശേഷം ഇനിയിപ്പോൾ ഞാനും മക്കളും താന്നൂർക്കൊന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് 2-3 സാധനം വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനും മക്കളും എന്ന് വെച്ചാൽ പിന്നെ അനിയത്തിൻ്റെ മോളും വലിയ മോളും പിന്നെ മോനുസും പിന്നെ അനിയത്തിൻ്റെ മോനുണ്ട്. ഞങ്ങൾ 4 പേരും കൂടെ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ മോളുടേക്ക് കുട്ടിക്ക് എന്താ ഗിഫ്റ്റ് വാങ്ങണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ ഓട്ടോ വന്ന് അതിൽ ആദ്യം പിന്നെ പൊടി കയറിയിരുന്നിട്ട് അവൾ കയറിയിട്ട് പിന്നെ അവളെ ഇറക്കി. പിന്നെ ലാസ്റ്റ് അവളെ കൊണ്ടുവേണ്ടി വന്നിട്ടോ. ലാസ്റ്റ് കരഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അവളെ കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ പോയി വന്നു. ഇതപ്പോൾ ഞങ്ങൾ ചോറുന്നുണ്ടാ. ഉമ്മാൻ്റെ സ്പെഷ്യൽ കറികളൊക്കെ ആയിരുന്നു. സ്പെഷ്യൽ കറി എന്ന് വെച്ചാൽ നമ്മൾ മാങ്ങ ചെള്ളി കറിയായിരുന്നു. പിന്നെ അതേപോലെ തന്നെ പിന്നെ ചെള്ളിച്ചമ്മന്തി വെച്ചാൽ നമ്മൾ ഉണക്കച്ചമ്മന്തി, ഉണക്കച്ചെമ്മീൻ്റെ ചമ്മന്തി, അതുപോലെ തന്നെ അയല പൊരിച്ചത്, ചെമ്മീൻ റോസ്റ്റ്, അടിപൊളിയായിരുന്നു കേട്ടോ ഫുഡ്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക ഫീലാണല്ലോ. നമ്മളെ വീട്ടിൽ പോയിട്ട് ഉമ്മാൻ്റെ കയ്യാലുണ്ടാക്കിയ കറികളും ഇതൊക്കെ കൂട്ടി നമുക്ക് ചോറ് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെ വിശപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എന്നാലും ഫുഡ് ഞാൻ പിന്നെ അടിപൊളിയായിരുന്നു.
അങ്ങനെ ഞങ്ങൾ ചോറുന്നലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ചതിന് ശേഷം ഒരു 3 മണിയൊക്കെ കഴിഞ്ഞ ശേഷം നാത്തൂൻസും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വരുമ്പോൾ കേക്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ രാവിലെ വരുമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ സ്കൂളിൽ എന്തോ മീറ്റിംഗ് എന്തോ ഉണ്ട് പറഞ്ഞ് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ എല്ലാവരും കൂടി ചേർന്നാൽ പിന്നെ ഒരു ബഹളമാണല്ലോ. മക്കളൊക്കെ എന്താണ് ഒന്ന് എല്ലാവരും കൂടി ഒന്ന് ഒത്തുചേരാൻ നിൽക്കാൻ കേട്ടോ. ഭയങ്കര കളിയാട്ടോ എല്ലാവരും കൂടി അങ്ങനെയൊക്കെ. അങ്ങനത്തെ ഇപ്പോൾ ഒരു വന്നതിന് ശേഷം ഞങ്ങൾ പിന്നെ വൈകുന്നേരത്തിന് ഫുഡ് പൊറാട്ടയും ചപ്പാത്തിയൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുള്ള പണികളാണ് കേട്ടോ പിന്നെ എല്ലാവരും കൂടി ചെയ്യുന്നത്. അപ്പോൾ ചിക്കനൊക്കെ പിന്നെ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യുകയാണേ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാളയും ചെറിയ ഉള്ളിയൊക്കെ അവിടെ കട്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 3/4 ഭാഗത്തോളം ചെറിയ ഉള്ളി തന്നെയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഗ്രേവി ആവശ്യമുള്ളത് കൊണ്ട് 2 സവാള എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഫുള്ള് ചെറിയ ഉള്ളി തന്നെയായിട്ട് അമ്മ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ അവിടെ കട്ടാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത പിന്നെ വെളിച്ചെണ്ണയിൽ തന്നെ ആട്ടോ ഉണ്ടാക്കുന്നത്. ഒരു ചെമ്പട്ടി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടമ്മ. പിന്നെ ഇതാ പിന്നെ ചെറിയുള്ളി പിന്നെ സവാള എല്ലാതും കൂടി ഇട്ടിട്ട് നല്ല മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഉണക്കമുളക് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇഞ്ചും വെളുത്തുള്ളി ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുന്നത്. ഇനി ഇഞ്ചും വെളുത്തുള്ളിയിലൊക്കെ പച്ച സ്മെല്ല് പോണ വരെ നല്ലൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ചേർത്തിട്ട് ജീരകത്തിൻ്റെ പൊടിയാണെന്ന് തോന്നുന്നു ചേർത്തിക്കുന്നത്. അങ്ങനെ അതുകൂടി ചേർത്തതിന് ശേഷം നല്ല പൊടികളെ പച്ച സ്മെല്ലൊക്കെ പോണ വരെ നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കറിവേപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ എല്ലാം കൊണ്ട് ഇട്ട് കൊടുക്കുകയാണ്. മല്ലിയിലും കറിവേപ്പും ഒപ്പം തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് സോസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ടൊമാറ്റോ സോസാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് സോയ സോസ് ഉണ്ടെങ്കിൽ സോയ സോസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം സോയ സോസ് ഇല്ലാത്തതുകൊണ്ട് ഒഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ടൊമാറ്റോ സോസാണ് കുറച്ച് അധികം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സോസ് നമുക്ക് ഗ്രേവി കുറച്ച് അധികം വേണമല്ലോ. അങ്ങനെ ഇനിയിപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നല്ല തളിച്ച വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഇതൊന്ന് കുറുക്കിയെടുക്കട്ടെ ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനില്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കോൺഫ്ലവർ കലക്കിയിട്ട് പച്ചവെള്ളത്തിൽ കോൺഫ്ലവർ കലക്കിയിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഒഴിച്ചതിന് ശേഷം നല്ലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഗ്രേവി ചെറുതായിട്ടൊരു മധുരമുള്ള ഒരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നല്ലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ സ്റ്റൗ ഓഫ് ചെയ്യുന്നത് കേട്ടോ. അതിന് ശേഷം അപ്പോൾ വൈകുന്നേരം പിന്നെ കേക്കൊക്കെ കട്ടാക്കലാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല അവർ വരുമ്പോൾ കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കട്ട് ചെയ്യലാണ്. അപ്പോൾ പിന്നെ കേക്കൊക്കെ കണ്ട കുട്ടികൾക്ക് പിന്നെ ക്ഷമ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതെന്തായാലും വേഗം കട്ട് ചെയ്യാന്നുള്ളതിൽ പിന്നെ 4-4:30 ആകുമ്പോൾ പിന്നെ അങ്ങനെ കേട്ടോ. അങ്ങനെയൊക്കെ പിന്നെ മിഠായി ഉണ്ടായിരുന്നു. മിഠായിയൊക്കെ ഇതാ കേക്കിൻ്റെ ചുറ്റോടും വെച്ച് കേക്ക് കട്ട് ചെയ്ത്. പക്ഷേ കേക്ക് കട്ട് ചെയ്യാനൊന്നും അവളെ കിട്ടണില്ല കേട്ടോ. അവൾ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകണം അങ്ങനെ. ഇനിയിപ്പോൾ ഇതാ ഗിഫ്റ്റുകളൊക്കെ ടേബിളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക ഞാൻ പറഞ്ഞില്ല മോൻസ് ആ സ്നോൻ്റെ സംഭവം വാങ്ങിയെന്ന് അത് ഇങ്ങോട്ട് അടിച്ചപ്പോൾ കുട്ടി പേടിച്ചിട്ടാണ്. കേക്ക് മുറിക്കാനൊക്കെ പിന്നെ അവൾക്ക് പേടിയായി. അങ്ങനെയൊക്കെ കേക്കിലും ടേബിളിലും ഫുള്ളും ഇതൊക്കെ ആയിട്ടാണ് അങ്ങനെ. ഇനിയിപ്പോൾ കുട്ടി പേടിച്ചിട്ടുണ്ടെങ്കിലും കേക്കൊക്കെ അവളെ കൊണ്ട് കട്ട് ചെയ്യിപ്പിച്ചു. ഇനിയിപ്പോൾ ബാക്കിയുള്ള കേക്ക് എല്ലാവർക്കും ഒരുപോലെ എത്തിക്കുക എന്നുള്ള ഒരു ടാസ്ക് തന്നെ കേട്ടോ. അപ്പോൾ അത് എൻ്റെ ചുമതലയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ എത്തിക്കണം. കേക്കൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇപ്പുറത്ത് കൂടി വന്ന് കുട്ടികൾ കൊണ്ടുപോകും. അങ്ങനെയാണല്ലോ കേക്ക് കണ്ടാൽ മക്കളിൽ നിന്നല്ല വലിയവരായാലും കേക്ക് കണ്ടാലും അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാൻ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കഴിച്ചു. അതിന് ശേഷം ഇതാ പൊടിൻ്റെ അടുത്ത് ഗിഫ്റ്റൊക്കെ എല്ലാവരും കൊടുക്കാൻ കേട്ടോ.
അപ്പോൾ ഈ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന ടൈമിൽ ഏറ്റവും രസകരമായിട്ട് തോന്നിയത് പിന്നെ അനിയത്തിൻ്റെ മോനില്ലേ, ഓന് കുട്ടിക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് പമ്പേഴ്സാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ താന്നൂർക്ക് സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ പിന്നെ ഓൻ പറഞ്ഞിരുന്നു കുട്ടിക്ക് എനിക്ക് എന്താ ഗിഫ്റ്റ് കൊടുക്കണം, എന്താ വാങ്ങാൻ വെച്ച് ചോദിച്ചപ്പോൾ പിന്നെ അവൾ പറഞ്ഞിരുന്നു കുട്ടിക്ക് പറ്റിയ ഉപകാരമുള്ള എന്തെങ്കിലും വാങ്ങിക്കും, കളിക്കുന്നതും അതും ഇതൊന്നും കുറേ വാങ്ങണ്ട വിചാരിച്ചിട്ടുണ്ടാവും. കുട്ടിക്ക് ഏറ്റവും ഇപ്പോൾ ഉപകാരമുള്ളത് പമ്പേഴ്സല്ലേ, അപ്പോൾ അതാണ് കേട്ടോ അവൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞങ്ങൾ വാങ്ങിക്കുമ്പോൾ ഞങ്ങൾക്ക് അത് കവർ ചെയ്ത് വാങ്ങിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അപ്പോൾ ഏറ്റവും ഉപകാരമുള്ള സാധനം തന്നെ സംഭവം തന്നെ കുട്ടിക്ക് കിട്ടിയല്ലോ. അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഈ അൺബോക്സ് ചെയ്യുന്ന ഗിഫ്റ്റ് വെച്ചാൽ ഓളപ്പച്ചി പിന്നെ ഉപ്പച്ചിൻ്റെ ഫ്രണ്ട് കൊണ്ട് കൊടുത്താൽ കേട്ടോ. ഉപ്പച്ചി പറഞ്ഞിട്ടാണ് ഫ്രണ്ട് പിന്നെ തലേന്ന് കൊണ്ടുവന്ന് കൊടുത്തായിരുന്നു. അതും ടെഡി ബിയർ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കിട്ടിയപ്പോൾ പിന്നെ കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി, ഭയങ്കര കിടയിലായിരുന്നു കേട്ടോ. പിന്നെ അത് താഴെ വെച്ചിട്ടില്ല, അതായിട്ട് തന്നെ ആയിരുന്നു ഫുൾ ടൈം നടന്നിരുന്നത്. അങ്ങനെ അങ്ങനെ നമ്മളെ ഗിഫ്റ്റ് പൊട്ടിക്കലും കേക്ക് മുറിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പൊറാട്ടയും ചപ്പാത്തി ആയിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. പിന്നെ വൈകുന്നേരം കഴിഞ്ഞ് രാത്രി ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ തിരിച്ച് പോന്നു കേട്ടോ, വീട്ടിലേക്ക് പോന്നു. അങ്ങനെയൊക്കെ അപ്പോൾ ഇത്രയൊക്കെ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോക്ക് ഒന്ന് ഫസ്റ്റ് ലൈക്ക് ചെയ്യാത്തവരൊക്കെ നമ്മൾ വീഡിയോക്ക് ഇപ്പം ഒന്ന് ലൈക്ക് കഴിക്കണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ ബായ്, അസ്സലാമു അലൈക്കും.